2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന എൻ്റെ വിജയത്തിന് വേണ്ടി പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്ന സമയത്ത് ചാവശ്ശേരിയിലെ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനാണ്, വൈദ്യുതി ഷോക്കേറ്റ് മരണപ്പെടുകയുണ്ടായി. വലിയ വേദനാജനകമായ സംഭവമായിരുന്നു. ഈ മരണപ്പെട്ട സിനാൻ്റെ കുടുംബത്തിന് ഉപ്പായ്ക്കും ഉമ്മയ്ക്കും വീടുണ്ടായിരുന്നില്ല. അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണയിൽ 12 സെൻറ്റ് സ്ഥലം ചാവശ്ശേരിയിൽ വാങ്ങി. പിന്നീട് ഈ ഭവന നിർമ്മാണ കമ്മിറ്റി, ആ കമ്മിറ്റി ഒരു 25 ലക്ഷം രൂപയുടെ ചെലവിൽ അവിടെ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ മിനുക്കോണികളും ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി ചെയ്തു തീർക്കാനുള്ളൂ. തിങ്കളാഴ്ച സെപ്റ്റംബർ 30 വൈകുന്നേരം 4:30 മണിക്ക് ചാവശ്ശേരിയിൽ വെച്ച് ഈ വീടിൻ്റെ താക്കോല് നൽകുന്ന ചടങ്ങാണ്. അത് ബഹുമാനനായ പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നിർവഹിക്കുന്നത്. മറ്റ് UDFൻ്റെയും അല്ലാതെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ ഇതിനെ സഹായിച്ച ആളുകളെല്ലാം ഉണ്ടാകും. എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. അതിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റു സുഹൃത്തുക്കളുണ്ട്. അതുപോലെ ഇതിൽ സഹായിച്ച ഇത്രയും സംഖ്യ സ്വരൂപിക്കുന്നതിന് വേണ്ടി നിർലോഭമായിട്ട് സഹായം നൽകിയിട്ടുള്ള നിരവധി സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളുമുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച വിവരവും താക്കോൽ ദാനം 30-ാം തീയതി നിർവഹിക്കുന്നവരും എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, സാന്നിധ്യം അഭ്യർത്ഥിക്കുകയാണ്.